ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ ഒരു 3 ബെഡ്റൂമുള്ള കിടിലം വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. കണ്ടോ, ഈ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഈ ഒരു വീട് നമുക്ക് ട്രിവാൻഡ്രത്ത് കാവിൻപുറം എന്ന സ്ഥലമാണ്. അതായത് നമ്മുടെ ഏഷ്യനെറ്റ് പുളിയറണം ഏഷ്യനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ് ഒക്കെ എല്ലാവർക്കും അറിയാം. പെൻ ബോളൊക്കെ വരുന്ന ആ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരമാണ് നമുക്ക് വരുന്നത്. ഈ ഒരു വീടിന് ഒരു 100 മീറ്റർ മാറിയിട്ട് നമുക്ക് ബസ് റൂട്ടാണ് വരുന്നത്. അപ്പം പുളിയറക്കോണം ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ 2 കിലോമീറ്ററൊക്കെയാണ് നമുക്ക് വരുന്നത്. ട്രിവാൻഡ്രം സിറ്റി നമുക്കൊരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ തന്നെ നമുക്ക് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ വീടിൻ്റെ ഫ്രണ്ടിലെത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീട് 4,650 സെൻറ്റിൽ 1,600 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ബാക്കി 2 ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ കണ്ടിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുറത്തൊക്കെ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത്, സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത്, രണ്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിടിലം വീടാണ്. അപ്പോൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് നമുക്കൊരു ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളും തന്നെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടോ. വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ട് നമുക്കൊരു 3 കാർ വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഗാർഡനൊക്കെ ചെയ്യാനുള്ള ഒരു പോർഷനായിട്ടാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റിയാൽ നമുക്കൊരു കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടും. കണ്ടോ, അപ്പോൾ നമുക്ക് പാർക്കിങ്ങിന് നമുക്ക് നല്ല സ്പേസ് ഈ ഫ്രണ്ട് പോർഷന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വീടിന് പൈപ്പ് കിണർ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഭാഗത്താണ് കിണർ വരുന്നത്. ഈ ഭാഗത്താണ് കിണർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. ഫ്രണ്ടിൽ ഇതാ സിറ്റ് ഔട്ട് നമുക്ക് ഇതാണ് വരുന്നത്. 10x4 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരെ വരുമ്പോഴത്തേക്ക് ഇതാ ഫ്രണ്ട് ഒരു എൻട്രൻസ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഫുള്ളും തന്നെ പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് വരുന്നത് ലിവിങ് ഏരിയയിലാണ് വരുന്നത്. കണ്ടോ, അപ്പോൾ 12x12 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗാണ് സീലിംഗ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. ഒരു വലിയൊരു TV യൂണിറ്റ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ടോ. നല്ല വലിപ്പമുള്ള ഒരു TV യൂണിറ്റ് ഉണ്ട്. നമുക്ക് ഫുള്ള് തന്നെ മൾട്ടിവുഡിലാണ് നമുക്ക് ഈ കാണുന്ന TV യൂണിറ്റ് ഫുള്ളും വരുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് കണ്ടോ ഒരു പാർട്ടീഷൻ പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ട് വരുന്നത്. ഡൈനിങ് ഏരിയ നല്ല വൈഡായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. 24x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഏരിയ വരുന്നത്. കണ്ടോ, നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ നല്ല വിശാലമായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത്. നമുക്കിവിടെ ആയിട്ടൊരു വാഷിംഗ് ഏരിയ ഈ ഭാഗത്ത് വരുന്നുണ്ട്. സൈഡിൽ മിററൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ എങ്ങനെയാണ് നമുക്ക് വീട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ പണി നമുക്ക് നടക്കുന്നേ ഉള്ളൂ. ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല വൃത്തിയാക്കി ക്ലീൻ ആക്കിയാണ് കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പം നമുക്ക് പണി നടക്കുന്നതുകൊണ്ടാണ് ധാരാളം സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത്. നമുക്ക് തറയിലെ ടൈല് കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് ടൈല് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ നമ്മൾ കണ്ടായിരുന്നു. ഇനി നമുക്ക് കാണേണ്ടത് അടുത്ത ഓപ്പൺ കിച്ചനാണ്. നമുക്ക് ഓപ്പൺ കിച്ചണിലോട്ട് പോകുമ്പോൾ തന്നെ ഈ ഭാഗത്ത് കണ്ടോ ഒരു പാർട്ടീഷൻ സംഭവം ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഡെക്കോർ ഐറ്റമൊക്കെ ധാരാളം വയ്ക്കാനുള്ള സ്പേസ് എല്ലാം തന്നെ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് ഓപ്പൺ കിച്ചണിലാണ്. ഇപ്പോൾ ഈ കാണുന്ന കിച്ചൺ 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഓപ്പൺ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈല് യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ നോക്കിയാൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്കിവിടെ ഈ കബോർഡ്സ് എല്ലാം തന്നെ ടോപ്പിലും ഈ ബോട്ടത്തിലും വരുന്നത് ഫുള്ള് തടിയും ഈ നടുക്ക് കൂടെ പോയിരിക്കുന്ന പോർഷൻ ഫുള്ളും തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും കൂടെ തടിയും മൾട്ടിവുഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്കിവിടെ മെറ്റീരിയൽ ചെയ്തിട്ടുള്ളത്. നല്ല വെറൈറ്റി ആയിട്ടാണ് അതുകൊണ്ട് ഇവിടുത്തെ ഈ ഹാൻഡിൽസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇത് ഫുള്ളും തന്നെ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഈ ഭാഗത്ത് ഫുള്ള് മൾട്ടിവുഡിലാണ് നമുക്ക് ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിലാണ്. ഇതിൻ്റെ ടോപ്പിൽ വരുന്നത് ഫുള്ള് തടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് നോക്കിയാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ആ സ്റ്റെയർ വഴിയാണ് നമുക്ക് മുകളിൽ പോകേണ്ടത്. അപ്പോൾ ബാക്കി നമുക്ക് കിച്ചണിൽ പിന്നെ വരുന്നത് നമുക്ക് ഇവിടുത്തെ സിങ്കാണ്. കണ്ടോ, ഈ കാണുന്ന ഒരു വലിയ സിങ്കാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പവർ യൂണിറ്റ് ഈ ഭാഗത്ത് കൊടുക്കാം.
പിന്നെ എന്താ ഇപ്പുറത്ത് ഈ ഭാഗത്തുണ്ട്, തൊട്ട് ഇപ്പുറത്ത് ഇവിടെയും 3 പവർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വീടിൻ്റെ ഈ പുറകുവശത്ത് പോകണ ഒരു വർക്ക് ഏരിയ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അവിടെ നനകല്ലും പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഷീറ്റ് ഇട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കവർ ചെയ്തെടുത്താൽ തന്നെ നമുക്കൊരു വർക്ക് ഏരിയ ആയിട്ടും ഈ പുറകുവശത്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഈ ഭാഗത്താണ് ആ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളതാണ്. ഈ ഭാഗത്താണ് നമുക്ക് ആ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. മുകളിൽ സീലിംഗ് ഉണ്ട്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് ഇവിടെ സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഇതാണ് വാർഡ്രോബ്. ഇവിടെ ഈ ഭാഗത്ത് വരുന്നത് ഒരു 3 ഡോർ വരുന്ന ടൈപ്പാണ് നമുക്കിവിടെ വാർഡ്രോബ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ്. പിന്നെ നമുക്ക് ഇനി ഇവിടെ ആയിട്ട് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. PVC ഡോറാണത് ഈ ഭാഗത്ത് വരുന്നത്. നമുക്കകത്ത് വരുന്ന ടെയിലിംഗ് ഉണ്ട്, ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടെയിലാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കി നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഫുള്ളും തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മിറർ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. നമുക്കിപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് കയറി പോകുന്ന ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ നമുക്ക് തടിയിലും സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് ഹാൻഡിൽസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഡെക്കോർ ഐറ്റം വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ നമ്മൾ നോക്കിയാൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് നമുക്ക് അവിടെ മുകളിൽ സീലിംഗിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിൽ നമുക്ക് കയറി പോകുമ്പോഴും നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങിൻ്റെ ഒരു സപ്പോർട്ട് ആണ് ഈ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മൾ മുകളിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ലിവിങ് ഏരിയ കാണാൻ സാധിക്കും. ഇപ്പോൾ 20x20 ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു TV യൂണിറ്റ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വലിയ TV വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന വാർഡ്രോബ് എല്ലാം നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂമിന് വേണ്ടി ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടില്ല, നമുക്ക് ബെഡ്റൂമിൽ വെച്ച് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്, പണി നടക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതാ ഈ കാണുന്ന സീലിംഗ് ഒക്കെ ഉണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളൊരു സീലിംഗ് വർക്കാണ്. സാധാരണ നമ്മൾ വീടെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കാണിക്കാറുള്ളത്. പക്ഷേ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് വീടിന് നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ടും പെട്ടെന്ന് സെയിലാവുന്നതുകൊണ്ടും നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പെട്ടെന്ന് എടുത്തത് ഈ ഒരു വീഡിയോ. അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കസ്റ്റമറിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീട് വന്ന് കണ്ട് നിങ്ങൾ ബുക്ക് ചെയ്താൽ തന്നെ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് വാങ്ങിക്കാനും സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേറെ ഏതെങ്കിലും ആൾക്കാർ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കസ്റ്റമറിന് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നേരത്തെ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂമും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്തും മറ്റൊരു ബെഡ്റൂം നമുക്ക് ഈ 2 ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം എടുക്കാം. അപ്പോൾ 14x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗാണ് നമുക്ക് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. 2 വിൻഡോ 2 ഭാഗത്തെടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഇതാണ് വരുന്നത്. ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ടൈലാണ് നമുക്കിവിടെ ബാത്റൂമിനെല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല ബ്രാൻഡഡ് ഫിറ്റിങ്സും നമുക്കിവിടെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് മെറൂൺ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഗ്രിപ്പ് കിട്ടുന്ന ടൈലാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് വാർഡ്രോബ് ഉണ്ട്, അതാണ് നമ്മൾ പുറത്ത് കണ്ടത്. അത് നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് വരാനും കൂടെ ഉണ്ട്. വാർഡ്രോബ് സെയിം നമ്മൾ താഴെ കണ്ട അതേ ഒരു സംഭവം തന്നെയാണ് മൾട്ടിവുഡ് ചെയ്തിട്ടുള്ളത്. ഈ 3 ഡോർ വരുന്ന വാർഡ്രോബ് തന്നെയാണ് നമുക്ക് ആ ഒരു ബെഡ്റൂമിന് വരുന്നത്. പിന്നെ നമുക്ക് തൊട്ടിപ്പുറത്തായിട്ട് രണ്ടാമത് ഒരു ബെഡ്റൂം ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിൽ സീലിംഗ് വർക്കിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. 2 വിൻഡോ 2 ഭാഗത്തുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഒരു പ്രീമിയം ലുക്കിലുള്ള ടൈല് തന്നെയാണ് ഈ ഭാഗത്ത് വരുന്നത്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഷവർ ബാക്കി എല്ലാ സംഭവവും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വീടിന് ഈ ഭാഗത്താണ് ബാൽക്കണി വരുന്നത്. 10x8 ഡയമെൻഷനുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ വീടിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയ കൊണ്ട് വേറെയും ധാരാളം വീടിൻ്റെ പണി കാണാൻ സാധിക്കും. കണ്ടോ? അപ്പോൾ ഈ മുകളിൽ ഇവിടെ ഫുള്ള് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് നമുക്ക് ഇവിടെ സീലിംഗിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് ഈ ഗ്ലാസും കൂടെ നമുക്ക് ഇടേണ്ടതുണ്ട്. നമുക്ക് സ്റ്റീലിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് ഒക്കെ നമുക്ക് ഇവിടെ ഇട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് വരും. നമുക്കിപ്പോൾ ഇത്ര ഏരിയയാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണിക്ക് വരുന്നത്.
അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 70 ലക്ഷമാണ്. അത് തീർത്ത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഹോം ലോണാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആയിട്ടുള്ള വീട് നമ്മൾ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഈ വീട് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പെയാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് കസ്റ്റമേഴ്സൊക്കെ ധാരാളം നമുക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. തീർച്ചയായിട്ടും ഈ വീട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് വിളിച്ച് വരിക. അപ്പോൾ എല്ലാവർക്കും നന്ദി.